ഞങ്ങളുടെ വേദക്കുട്ടന് 3 വയസ്സാവുകയാണ് കേട്ടോ അടുത്ത മാസം ഒക്ടോബറിൽ. അപ്പോൾ 3 വയസ്സാകുന്നതിന് മുന്നേ നമുക്ക് കുട്ടീനെ എഴുത്തിനെടുത്തണമല്ലോ. അപ്പോൾ ഞങ്ങൾ എഴുത്തിനിരുത്താൻ പോകുന്നത് തിരുവള്ളക്കാവിലാണ് കേട്ടോ, തൃശ്ശൂരുള്ള. വേദക്കുട്ടൻ്റെ ഡ്രസ്സൊക്കെ നോക്കി എങ്ങനെയുണ്ട് പറയൂ കേട്ടോ നിങ്ങൾ. അത് അച്ഛമ്മ ഉണ്ട്, അമ്മമ്മ ഉണ്ട്, ബേബിക്കുട്ടി ഉണ്ട്, ഞാനുണ്ട്, അച്ഛനുണ്ട്, വേദുട്ടൻ്റെ അച്ഛനുണ്ട്, വേദുട്ടൻ്റെ ബേബിക്കുട്ടിയുടെ അച്ഛനുണ്ട് കേട്ടോ. അപ്പോൾ എഴുത്തിനിരുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വേദു നല്ല ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, നല്ല സുന്ദര കുട്ടപ്പനായിട്ട്. ആദ്യം കുറച്ച് പറഞ്ഞു ഷർട്ടൊന്നും ഇടില്ലാന്ന് കേട്ടോ. ഇതാണ് കേട്ടോ തിരുവള്ളക്കാവ് ക്ഷേത്രത്തേക്കാണ് ഞങ്ങൾ അവിടെ എപ്പോഴും എഴുത്തിനിരുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവൻ്റെ പിറന്നാൾ വരുന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ ആ ടൈമിൽ തന്നെയാണ് ശരിക്കും വിജയദശമി മഹാനവമി വരുന്നത്. പക്ഷേ ഞാനിവിടെ നേർന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് എഴുത്തിനിരുത്തുന്നത്. ബേബിക്കുട്ടിയുടെ എഴുത്തിനിരുത്തുന്നതും എഴുത്തിനിരുത്തിയതും ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ, തിരുവള്ളക്കാവ്. അപ്പം ഞങ്ങൾ പോയ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുണ്ടായിരുന്നു വേദുക്കുട്ടനും ബേബി ഞാനും അപ്പൂട്ടനൊക്കെ ബ്ലൂ ആയിരുന്നു കേട്ടോ. മുണ്ടൊക്കെ ചിറ്റി നല്ല വലിയ ചക്കരയുണ്ട് കേട്ടോ. അപ്പൂട്ടൻ നല്ല മുണ്ടൊക്കെ നല്ല ശരിക്കും കൊടുത്തു എന്നിട്ട് നല്ല അടിപൊളിയാക്കി. ഇപ്പോൾ ഷർട്ട് ഊരണം അമ്പലത്തേക്ക് കയറുമ്പോൾ പറഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ആദ്യം കുറേ നേരം കരഞ്ഞേ, പിന്നെ അതെന്താ അറിയില്ല, ആ കരച്ചിൽ അങ്ങോട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായി കണ്ടോ. രണ്ടുപേരും നല്ല ആക്റ്റീവായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ അവിടെ മുണ്ടൊക്കെ കൊടുത്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, എഴുത്തിനിരുത്തിയിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു കുട്ടികൾ. അങ്ങനെ കുറേ കാഴ്ചകൾ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റി. ഞങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ചെരുപ്പ് എവിടെ വെക്കണം, അതുപോലെ തന്നെ എവിടേക്ക് പോകണം ആദ്യം എന്നൊക്കെ. ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ട് പറഞ്ഞാൽ അത് 7-8 വർഷമായിട്ടുണ്ടല്ലോ. 7 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 3 വയസ്സാവുന്നതിന് മുന്നേ ആണല്ലോ ബേബിക്കുട്ടീനെ എഴുത്തിരുത്താൻ പോയത്. അവൾക്കിപ്പോൾ 10 വയസ്സാവാൻ പോണു. അടുത്ത മാസം തന്നെയാണ് അവളുടെ ബർത്ത്ഡേയും വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എല്ലാം രസീതും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ, എല്ലാം പറയണം. അപ്പോൾ നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും, ഉള്ളിലേക്ക് തൊഴുമ്പോൾ പറ്റില്ല. എഴുത്തിനിരുത്തുന്ന ആ ഭാഗത്ത് അവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ കണ്ടോ നല്ല രസമല്ലേ, ഞാനൊരു സ്ലോ മോഷൻ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അവന് നല്ല ഇഷ്ടമായി കേട്ടോ. അതാണ് ഈ കുണുങ്ങലൊക്കെ കാട്ടുന്നത്, ഇടയ്ക്കൊരു കുണുങ്ങി നടത്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പമുണ്ടായില്ല അവനെ കൊണ്ട്, എന്തോ ഭാഗ്യം. ചില കുട്ടികൾ അലറി പൊളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും അവനെ കൊണ്ട് നേരിടേണ്ടി വന്നിട്ടില്ല ഇന്നേ വരെ കേട്ടോ. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇതുവരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വേറെ കുട്ടി കണ്ടോ മുണ്ടിട്ടിട്ട് പോണത്. ഓരോ കുട്ടികളുടെ ആദ്യാക്ഷരം കുറിക്കുന്നത് കാണാൻ നല്ല രസമാണല്ലോ. അപ്പം ഞാനിത് അവനവിടെ എഴുത്തിന് ഇരുത്തി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ എന്തൊക്കെയോ ആദ്യം നമ്മളത് ചെയ്യണം. നെയ്യിൻ്റെ അവിടെ പോകണം, പ്രസാദം വാങ്ങണം, പിന്നെ കത്തിക്കണം, മറ്റേ എള്ളുതിരി കത്തിക്കണം, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അവൻ എന്തൊക്കെ ആക്റ്റീവായി നടക്കുന്നത് കണ്ടിട്ട് ഓരോരുത്തരും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പിന്നെ എഴുത്തിനിരിക്കുന്നുണ്ട്, അങ്ങടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിൽ എവിടെയോ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് നോക്കാം. അപ്പോൾ ചെന്നുടനെ തന്നെ അവനെ അവിടെ പ്രാർത്ഥിച്ചു, ചമ്പ്രം പടിഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു, അതൊക്കെ ഇരുന്നു തൊഴുതു, ദക്ഷിണ വെച്ചു, അതൊക്കെ അവൻ ചെയ്തു കേട്ടോ. എല്ലാം ആ പൂപ്പൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു കേട്ടോ. നല്ലപോലെ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും അക്ഷരങ്ങളൊക്കെ നല്ല പോലെ അവൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് ആദ്യം തന്നെ ദക്ഷിണ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ദക്ഷിണൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് അരിയിൽ വെക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ വെച്ചു, അദ്ദേഹം അനുഗ്രഹിച്ചു, തിരുമേനി അനുഗ്രഹിച്ചു. തിരുമേനി അല്ല തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നാവ് കാട്ടാൻ പറഞ്ഞു, അവൻ നാവ് കാട്ടിക്കൊടുത്തു. എന്നിട്ട് അരിയിൽ എന്ന് എഴുതിക്കുമല്ലോ, അത് ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കണ്ടോക്കെ അവൻ എങ്ങനെ നന്നായി പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ ആദ്യം അത് കഴിഞ്ഞു വിചാരിച്ചിട്ട് ഇരിക്കാൻ പോകട്ടെ. അപ്പോൾ ചമ്രം മടിഞ്ഞിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ശ്രീ ഗ ന പ ത യേ ന മ ആ ആ ഇ ഈ ഓ ഓ. കേട്ടില്ലേ, അവൻ നല്ല കുട്ടിയായിട്ട് ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അവനൊരു നാണൊക്കെ അതിൻ്റെ ഇടയിൽ വന്നു കേട്ടോ. ബേബീനെയും അമ്മേനെയും അച്ഛനെയും അതുപോലെ തന്നെ എന്നെയൊക്കെ ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ അമ്മ പറയുണ്ടായിരുന്നു അവിടെ അവനോട് അക്ഷരം പറയാൻ. അവൻ കരഞ്ഞിട്ട് ഒന്നുമില്ല കേട്ടോ. കണ്ടത് അവൻ്റെ ആ കള്ളച്ചിരി കണ്ടില്ലേ നിങ്ങൾ, നല്ല രസത്തിലിങ്ങനെ അവൻ പറയണതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ചില കുട്ടികളിങ്ങനെ എഴുത്തിരുത്തുമ്പോൾ അലറി കരയണ് കാണാം കേട്ടോ. പക്ഷെ അതിലൊന്നും കാര്യമില്ല, പഠിക്കേണ്ട കുട്ടികൾ എങ്ങനെയാലും പഠിക്കും. പിന്നെ കുറച്ച് നേരം ഫുള്ള് അതൊക്കെ എല്ലാ അക്ഷരമാലയും അവനെ കൊണ്ട് എഴുതിച്ചിട്ട് പറഞ്ഞു, അരി കുറച്ച് നമുക്ക്
ഒരു ഇതിൽ കവറിലാക്കി തന്നിട്ട് പറയും 2 ദിവസം വീട്ടിൽ എഴുതിക്കണം, അതുപോലെ തന്നെ 3-ാമത്തെ ദിവസം അതുകൊണ്ട് പായസം വെച്ച് കൊടുക്കാൻ പറയും കേട്ടോ. കുറച്ച് വേണമെങ്കിൽ നമുക്ക് കൂട്ടിയിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും കൂടി കുടിക്കാം, അതല്ല അത് തന്നത് കൊണ്ട് കുട്ടിക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കാം, അങ്ങനെ എന്തായാലും ചെയ്യാം കേട്ടോ. അതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നെയ്യ് ഒരെണ്ണം തന്നിട്ടുണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് രാവിലെ എണീറ്റിട്ട് ഒന്ന് പല്ലൊക്കെ തേച്ചിട്ട് ഫ്രഷായിട്ട് കൊടുക്കുക കേട്ടോ, വെറും വയറ്റിൽ. പക്ഷേ ഞാനത് കൊടുത്തപ്പോൾ അവൻ ഛർദ്ദിക്കുകയാണ് ചെയ്തത്. കാരണം അവൻ നെയ്യിൻ്റെ രുചി പറ്റണേ ഇല്ല. അതാ കണ്ടോ അവൻ തൊഴണത്. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമല്ല, അവൻ അത് കഴിഞ്ഞപ്പോൾ അവൻ തൊഴുതു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കണ്ടോ, അത് കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് പായസം വെച്ചോളാൻ പറഞ്ഞു കേട്ടോ. വേദുവിൻ്റെ കയ്യിൽ കൊടുത്തു, അവനത് വാങ്ങി, അവൻ എണീറ്റു, എല്ലാം ചെയ്തു, അവൻ എൻ്റെ കയ്യിൽ തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് അവൻ പ്രാർത്ഥിച്ച് നമസ്കരിച്ചിട്ടൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ആ ഇറങ്ങിയിട്ടുള്ള ഓർഡർ കണ്ടില്ലേ, ആ മുണ്ടും അതുപോലെ തന്നെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഓടിപ്പോവുകയാണ് കേട്ടോ. കുടുങ്ങിയിട്ടാണ് ഓടിപ്പോണത്. ഞങ്ങൾ കുറേ ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ തന്നെ കുറേ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. അച്ഛനും മോനും കൈ പിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ബേബി അത് നോക്കി ചിരിക്കുകയാണ് കേട്ടോ. കണ്ട അവൻ്റെ നടത്തം താറാവ് നടക്കണ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ബേബി ചിരിക്കുകയായിരുന്നു. പിന്നെ അമ്മയും അതുപോലെ തന്നെ അമ്മമ്മയും അച്ഛമ്മയും ബാക്കിൽ വരുന്നുണ്ട്. ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തൃശ്ശൂർ നഗരത്തിൽ അന്ന് പുലി ഇറങ്ങുന്നു ഗൈസ്. പുലിക്കളിയായിരുന്നു അന്ന്. ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾ സൂലൊക്കെ പോകണ വെച്ചിട്ടുള്ള പ്ലാനായിരുന്നു. ഒന്നും നടന്നില്ല. വേഗം വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾക്ക് വിശന്ന് കൊട്ടൽ കരിഞ്ഞിട്ടായിരുന്നു കേട്ടോ എല്ലാവരും. കാരണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടേക്കാണ് പോകുന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ബില്ലും ആയിരുന്നു ഗൈസ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം എന്ത് പറഞ്ഞാലും കേട്ടോ, ഞാൻ നൂൽപ്പിട്ടും മുട്ടക്കറിയാണ് വാങ്ങിയത്. അമ്മ മസാല ദോശ, അമ്മമാരൊക്കെ മസാല ദോശയും, ഞാൻ അപ്പോട്ടെ പൊറോട്ടയും ബീഫൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. രാവിലെ തന്നെ നമുക്കത് കഴിക്കാൻ വയ്യല്ലോ. അപ്പോൾ അവിടെ കുറച്ച് ഒരു വികൃതിത്തരം കാട്ടിയിട്ടോ വേദു, അത് കയ്യിൽ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഫുഡ് വന്നപ്പോൾ ഉള്ള വീഡിയോ എടുക്കാൻ മറന്നു. ആക്രാന്തം കാരണേ ഞാനെപ്പോഴും അങ്ങനെയാണ്, അതങ്ങോട്ട് മറക്കും. ഇപ്പം ഇതിൻ്റെ നെയിൽ പോളിഷിൻ്റെ കണ്ടിട്ട് നിങ്ങൾ കണ്ടോ, മെനു കാർഡാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു കാർഡ്സ് നോക്കി നോക്കൂ, പലതരം ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നൂൽപ്പിട്ടാണെങ്കിലും മുട്ടക്കറി ആണെങ്കിലും ഒരു മുട്ടക്കറിയിൽ 2 മുട്ട ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 മുട്ടക്കറിയാണ് വാങ്ങിയത് 3 പേർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. കേട്ടോ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ വീഡിയോ എടുത്തില്ല. അത് എല്ലാവരുടെ പ്ലേറ്റും കാലിയായിട്ടുണ്ട് കേട്ടോ. അമ്മ അതവിടെ ദോശപ്പൊട്ട് ലാസ്റ്റത്തെ കഷ്ണം കഴിക്കുന്നു. ഞാൻ എൻ്റെ നൂൽപ്പിട്ട് ഞാൻ 2ാമത്തേന് വെയിറ്റ് ചെയ്യായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലെത്തി, കറുകപത്തൂരെത്തി. ഇവർക്ക് ചെരുപ്പ് വാങ്ങണം, എല്ലാവർക്കും ചെരുപ്പ് വാങ്ങി. എനിക്കും വാങ്ങിയില്ല, അപ്പൂട്ടിനും വാങ്ങിയില്ല, ബാക്കി എല്ലാവർക്കും ചെരുപ്പ് വാങ്ങി. അമ്മയ്ക്ക് ചെരുപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പൂട്ടിൻ്റെ അമ്മയ്ക്കും അതേ ചെരുപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 2 പേർക്കും 2 അമ്മമാർക്കും ചെരുപ്പ് വാങ്ങി. പിന്നെ ബേബിക്കും വാങ്ങി, വേദുട്ടിനും വാങ്ങി. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി.